കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് യൂട്യൂബിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ എന്ത് ടോപ്പിക്ക് ചെയ്യണമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് എൻ്റെ ഷൂ വീഡിയോസിനെ പറ്റി കുറേ റിവ്യൂസ് വരുന്നുണ്ട്. ഷൂ വീഡിയോസ് കുറച്ചും കൂടെ ചെയ്യാവുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഷൂ റൊട്ടേഷൻ വീഡിയോ ചെയ്യാമെന്ന്. ഈ കാണുന്നതാണ് എൻ്റെ എല്ലാ റണ്ണിങ്ങും ട്രെയിനിങ് ഷൂസും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഷൂ റൊട്ടേഷനെ പറ്റിയാണ്. എന്താണ് ഷൂ റൊട്ടേഷൻ, എൻ്റെ കറണ്ട് ഷൂ റൊട്ടേഷനിൽ ഏതൊക്കെ ഷൂ ഉണ്ട്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. എന്താണ് ഷൂ റൊട്ടേഷൻ എന്ന് ഞാൻ 1-2 ഷോർട്സ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി നമ്മൾ മൺഡേ ഈ മാഗ്നിഫൈ നൈട്രോൺ ഇടുന്നതെങ്കിൽ നമ്മൾ അടുത്ത റണ്ണ് ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ അന്ന് മാഗ്നിഫൈ നൈട്രോ യൂസ് ചെയ്യുന്നതിന് പകരം ഈ കിപ്രൺ ജോഗ് ഫ്ലോ യൂസ് ചെയ്യും. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ മേ ബി ഇപ്പോൾ 2 ഷൂ ഉള്ള ഒരാളാണെങ്കിൽ വീണ്ടും നമ്മൾ ഇതിലോട്ട് വരും. സോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂവിൻ്റെ ഒരു ഫോമൊക്കെ ഒന്ന് റിക്കവർ ആവാൻ ടൈം കിട്ടും. സോ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ള് ഷൂസിലാണ്. സോ ആ ഇമ്പാക്റ്റ് ഈ ഷൂസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോം, ഈ അടിയിൽ കാണുന്ന ഫോമൊക്കെ ഫ്ലാറ്റ് ആവാം, അകത്തുള്ള ഇൻസോൾ ഫ്ലാറ്റ് ആവാം. സോ അത് ഈ കൂടുതലും ഷൂസ് വരുന്ന TPU എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. സോ അത് ഫ്ലാറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ എലാസ്റ്റിസിറ്റി ഒക്കെ ഒന്ന് ഫ്ലാറ്റ് ആയിരിക്കും. അത് ഒന്ന് ഫുള്ളായിട്ട് റിക്കവറായി കംപ്ലീറ്റ്ലി നോർമൽ ആവാൻ 24 hours to 48 hours ആണ് എടുക്കുന്നത്. മോസ്റ്റ് ഷൂസിന് 24 hours മതി. സോ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി അത് ഫ്ലാറ്റ് ആവുന്നതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ വെയർ ആൻഡ് ടിയർ ഒക്കെ കൂടുതലായിട്ട് ഡാമേജ് ആവാം. സോ നമുക്കത് അത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകാം. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഷൂ റൊട്ടേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരെ കൊണ്ടും ഷൂ റൊട്ടേഷൻ ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം ഷൂസ് അറിയാമല്ലോ, റണ്ണിങ് ഷൂസൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ എൻ്റെ ഈ കയ്യിരിക്കുന്ന DV നൈട്രോ ആണെങ്കിൽ ഇത് 6000 ആണ്, ഈ ജോഗ് ഫ്ലോ ആണെങ്കിൽ 2000 ആണ്. സോ 2 ഷൂസിന് തന്നെ 8000 ആയി. സോ ഷൂസ് വളരെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 പേരുള്ള ഷൂ ഉണ്ടെങ്കിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നോർമൽ കണ്ടീഷനിൽ നിങ്ങൾ എല്ലാ ദിവസവും മാഗ്നിഫൈ നൈട്രോ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 600 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് സിഗ്നിഫിക്കൻറ്റ് വെയർ ആൻഡ് ടയർ വരും. അതേപോലെ തന്നെ ഈ ജോഗ് ഫ്ലോന് ഡെക്കാത്തലോൺ തന്നെ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഇതിട്ട് 20 kilometers per week ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഹൈ മൈലേജ് ആയിട്ട് നിങ്ങൾ ഓടുന്ന ഒരാളാണ്, അത് നിങ്ങൾ 5 ദിവസം ഒരു വീക്കിൽ ഓടുന്നുണ്ട്, 5 ദിവസം 10 കിലോമീറ്ററോ 5 കിലോമീറ്ററോ വെച്ച് ഓടുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എക്സീഡ് ആവുകയാണ് 20 കിലോമീറ്റർ, അല്ലെങ്കിൽ കറക്റ്റ് 20 കിലോമീറ്ററിൽ നിൽക്കുകയാണ്. സോ വെയർ ആൻഡ് ടയർ സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലായിരിക്കും. സോ ഷൂസിൻ്റെ ഒരു ലോങ്കിവിറ്റി ഒക്കെ കൂട്ടാനായിട്ട് നമുക്ക് അതിൻ്റെ ലൈഫ് ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഷൂ റൊട്ടേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഷൂ റൊട്ടേഷനാണ്. ഞാൻ എൻ്റെ കറണ്ട് ഷൂ റൊട്ടേഷനുള്ള എല്ലാ ഷൂസും കാണിക്കാം, അത് എന്തിനൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാണിക്കാം. അങ്ങനെ യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കാണാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ആദ്യത്തെ ഷൂയിലോട്ട് പോകാം. എൻ്റെ ആദ്യത്തെ ഷൂ എൻ്റെ ആദ്യത്തെ മാഗ്നിഫൈ നൈട്രോ തന്നെയാണ്. അപ്പോൾ നമുക്ക് മാഗ്നിഫൈ നൈട്രോൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ഞാൻ എവിടെയൊക്കെയാണ് മാഗ്നിഫൈ നൈട്രോ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ഈ കാണുന്ന എൻ്റെ ആദ്യത്തെ പെയർ മാഗ്നിഫൈ നൈട്രോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വാങ്ങുന്നത്, ഫോക്കസ് ആയില്ല, ആദ്യം വാങ്ങുന്നത് 2024 സെപ്റ്റംബർ. ആ ടൈമിൽ ഞാൻ ആദ്യത്തെ എൻ്റെ റേസ് ഇവൻ്റ് ആയിട്ട് USD മാരത്തോണിൻ്റെ ഒരു 10K റേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ ഈ ഷൂ മേടിക്കുന്നത്. പ്യൂമയുടെ തന്നെ ട്രിവാൻഡ്രത്ത് പുളിമൂട്ടിൽ ചെറിയ ഷോറൂം ഉണ്ട്, ലുലുവിലുള്ളതല്ല, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇത് സെയിലായിരുന്നുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു പ്യൂമ മാഗ്നിഫൈ നൈട്രോ ഇറങ്ങിയ സമയത്ത് 8 to 9K ആയിരുന്നു. എനിക്കിത് 6000 ആണ് കിട്ടിയത്. പക്ഷെ ഞാനിത് എടുക്കുന്ന സമയത്ത് മാഗ്നിഫൈ നൈട്രോ 2 ഉണ്ട്, 3 ഇറങ്ങാറായി നിൽക്കുകയാണ്. സോ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഷൂ ആയിരുന്നു ആ സമയത്ത്. പക്ഷേ എനിക്കിത് ഇട്ട് നോക്കിയപ്പോൾ നല്ല ഫിറ്റായിട്ട് തോന്നി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ പറയട്ടെ, ഈ കുറച്ച് കാലത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാൻ വളരെ നല്ല ഷൂ ആയിരുന്നു. കാരണം എനിക്ക് റണ്ണിങ്ങിലോട്ട് ആദ്യം വന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഷൂ ആണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഷൂ ആണ്. അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷൂ ഒരു പർച്ചേസ്, അല്ലെങ്കിൽ റേസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഷൂ പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മുടെ DV നൈട്രോ 3 എടുത്തു. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കും. സോ ഈ ഷൂ ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഈസി റൺസിന് മാത്രമാണ്. വേറെ ഒന്നിനും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോമൊക്കെ ഹാർഡായി, ഗ്രിപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഫോമൊക്കെ ഒരുപാട് സ്റ്റിഫായി. ഞാൻ ഇതിന് മുന്നേ 1-2 ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫോമൊക്കെ ഞാൻ മാറ്റി. ഇപ്പം ഈ കാണുന്ന പോലെ വാഗ് ജെല്ലിൻ്റെ ഒരു, അതായത് ഡെക്കാത്തലോൺ നമുക്ക് കിട്ടുന്ന ഒരു സ്പെയർ ഇൻസോളാണ് ഇട്ടിരിക്കുന്നത്. കാരണം അല്ലാതെ മറ്റേതിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി. ഇതിപ്പോൾ 1000 കൂടുതൽ കിലോമീറ്ററായി, എനിക്ക് തോന്നുന്നു 1050+ കിലോമീറ്ററായി. ഞാൻ ഏറ്റവും കൂടുതൽ മൈലേജ് ഓടിയ ഷൂ ആണിത്. സോ ഇതിപ്പോൾ ജസ്റ്റ് ഈസി റൺസിന് മാത്രം, അത് വീക്ക്ലി ഒരു 2 ഈസി റൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഈസി റൺ ഇത് വെച്ചായിരിക്കും, ഒരു ഈസി റൺ എൻ്റെ അടുത്ത ഷൂ വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഷൂ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ പെയർ ഈ കാണുന്ന കിപ്രൺ ജോഗ് ഫ്ലോ 190.1 ആണ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫിനാൻഷ്യലി ഒരു നല്ല ഷൂ എടുക്കാൻ കാശില്ലാതിരുന്ന സമയത്ത് ഞാൻ അഫോർഡബിൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചതാണ്. എനിക്കിത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. പക്ഷേ എനിക്ക് ഒരു 2000-2500 ഒരു ബഡ്ജറ്റ് ഷൂവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു റൊട്ടേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഡെക്കാത്തലോൺ, ഈ പ്രത്യേകിച്ച് ഈ ബ്ലൂ കളർ, ഞാൻ യൂഷ്വലി അങ്ങനെ ബ്ലൂ ഷൂസ് എടുക്കാറില്ല. പക്ഷേ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ എൻ്റെ മിക്ക ഷൂസും ബ്ലൂ ആണ്. എനിക്ക് ഫേവറേറ്റ് കളർ ഏതാണെന്ന് വെച്ചാൽ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. ഷൂസിൽ ഞാൻ എപ്പോഴും യൂഷ്വലി റെഡ് പോലത്തെ ഷൂസ് ആണ് നോക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു റണ്ണിങ് ഷൂവും റെഡ് അല്ല എന്നുള്ളതാണ് വേറൊരു സംഭവം. എൻ്റെ മിക്കതും ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ആണ്.
അപ്പോൾ ഞാൻ ഡക്കാത്തലോണിൽ ചുമ്മാ പോയതാണ്. ചുമ്മാ പോയപ്പോൾ ജോഫ്ലോ 190.1 അവിടെ സെയിലിൽ കിടപ്പുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 2500 ആണ്, 2499. പക്ഷെ അന്ന് സെയിൽ, അതായത് ഈ ബ്ലൂ കളർ മാത്രം സെയിലുണ്ടായിരുന്നു. സെയിലുള്ളതുകൊണ്ട് എനിക്ക് 1900 കിട്ടി, അതോ 2000. എൻ്റെ പഴയ വീഡിയോ നോക്കി അറിയാൻ പറ്റും. സോ ആ റേറ്റിന് കിട്ടിയോണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഇതിൻ്റെ പ്രോസ് പറയുകയാണെങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷൂ ആണ്. ഈ കാണുന്ന പോലെ തന്നെ ഇത്രയേ ഉള്ളൂ. പക്ഷെ കുഷനിങ്ങും അങ്ങനത്തെ ഫോമും ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ മാഗ്നിഫൈ നൈട്രോയിൽ കണ്ടപ്പോഴാണെങ്കിലും ഇവിടെ നൈട്രോ ഫോം വരുന്നുണ്ട്. അവിടെ നല്ല കുഷനിങ് ഉണ്ട്, നല്ല ബൗൺസ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഷൂസാണ്. എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഷൂസ് അല്ല. പ്രത്യേകിച്ച് വെയിറ്റ് കൂടുന്തോറും ഈ ഷൂവിൻ്റെ ഇമ്പാക്റ്റ് കൂടും. അതായത് ഇത് ഒട്ടും അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് അല്ല. അപ്പോൾ നിങ്ങളൊരു 80+ അല്ലെങ്കിൽ 90+ ഒക്കെ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഓടുമ്പം നമുക്ക് നീസിലൊക്കെ പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഷൂ ഇടുമ്പോൾ. കാരണം ഈ ഷൂവിന് അത്രയ്ക്കുള്ള ഫോം പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഇൻസോളും ഒന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഷൂ ആണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ റണ്ണിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുകയാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് 2000 റേഞ്ചൊക്കെ ആണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ ആണ്. അല്ലാതെ ഒരു ലോങ് ടേം ഹാഫ് മാരത്തോൺ, ഫുൾ മാരത്തോൺ പോലത്തെ ഡിസ്റ്റൻസ് ഒന്നും ഒരിക്കലും ഓടാൻ പറ്റുന്ന ഒരു ഷൂ അല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ വീക്ക്ലി ഡിസ്റ്റൻസ് വരുന്നത് 20 ആണ്. ഒരു ഹാഫ് മാരത്തോണിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 21 ആണ്. ആ ഡിസ്റ്റൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ അല്ല. പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷൂ, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഷൂ ആണോ എന്ന് വെച്ചാൽ ആണ്. വീക്കിലി ഒരു 1-2 റണ്ണൊക്കെ ചെയ്യാനായിട്ട് നല്ല ഷൂ ആണ്. ഇതിൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 150 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോഴും സംഭവം ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ കൂടുതലും ട്രാക്കിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് വേറെ ഒന്നും വന്നിട്ടില്ല. വീക്കിലി 1-2 പ്രാവശ്യമൊക്കെ മാക്സിമം യൂസ് ചെയ്യുള്ളൂ. ട്രാക്കിൽ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഫുട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പഠിക്കാൻ പറ്റിയ ഷൂ ആണ്. നമ്മൾ ഹീൽ സ്ട്രൈക്ക് ചെയ്യൂല ഇത്, കാരണം ഇതിന് ഹീലിന് ഡ്രോപ്പ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്നിൽ ടോയിലായിരിക്കും ഓടുന്നത്, അല്ലെങ്കിൽ മിഡ് ഫുട്ടിലായിരിക്കും ഓടുന്നത്. സോ ടോ സ്ട്രൈക്കും മിഡ് ഫുട്ട് സ്ട്രൈക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷൂ ആണ്. നിങ്ങൾക്ക് ഒരു ഈസി റണ്ണൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഷൂ ആണ്. സോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഷൂ. ഇനി ഷൂ റൊട്ടേഷനുള്ള അടുത്ത ഷൂയിലോട്ട് പോകാം. എൻ്റെ റണ്ണിങ് ഷൂ റൊട്ടേഷനിൽ ഇനി 2 ഷൂ ആണുള്ളത്. രണ്ടും ഫാസ്റ്റ് ആണ്. അതായത് സ്പീഡ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതും റേസിന് വേണ്ടി യൂസ് ചെയ്യുന്നതും ആ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ച 2 ഷൂസാണ്. അതിൽ ഞാൻ ആദ്യം വാങ്ങിച്ചത് പ്യൂമയുടെ ഡീവിയേറ്റ് നൈട്രോ 3 ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഗ്നിഫൈ നൈട്രോ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് റേസിനുള്ള ഒരു ഷൂ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി മാഗ്നിഫൈ നൈട്രോയിൽ ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. എനിക്ക് പ്യൂമയുടെ ആ ഒരു ഫിറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. സോ ഒന്നും നോക്കിയില്ല, അടുത്ത പ്യൂമയുടെ റേസ് ഷൂ തന്നെ മതി എന്ന് പറയുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കാർബൺ പ്ലേറ്റ് വരുന്നത്, ഈ കാണുന്ന പവർ പ്ലേറ്റ് എന്ന് പറയുന്നത് കാർബൺ പ്ലേറ്റ് ആണ്. സോ കാർബൺ പ്ലേറ്റ് വരുന്ന ഒരു ഷൂ എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ എടുത്തതാണ് ഡീവിയേറ്റ് നൈട്രോ 3. ഇത് മാഗ്നിഫൈ നൈട്രോ 3 അല്ലെങ്കിൽ നമ്മുടെ ജോഫ്ലോ എന്നൊക്കെ ഏറ്റവും വലിയ ഡിഫറൻസ് ഇതിൻ്റെ വെയിറ്റ് ആണ്. അതിൻ്റെ പകുതി വെയിറ്റൊക്കെ ഉള്ളൂ. സോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പ്ലസ് കാർബൺ പ്ലേറ്റ് വരുന്ന ഷൂ ആയതുകൊണ്ട് തന്നെ ഈ ബൗൺസിനെസ് ഉണ്ട്. നമുക്കിങ്ങനെ ചാടി റേസിലൊക്കെ പോവാം. പിന്നെ പ്യൂമയുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്യൂമയുടെ മെയിൻ റേസ് ഷൂകളിൽ ഒന്നാണിത്. ഇതല്ലാതെ വേറെ ഉണ്ട് കേട്ടോ. ഫാസ്റ്റ് ആർ 3 ഇതിനേക്കാളും റേറ്റ് കൂടിയതാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു എലൈറ്റ് അത്ലീറ്റ്സ് ഒക്കെ ഇടുന്നത് ഫാസ്റ്റ് ആർ 3 ആണ്. മാരത്തോൺ, ഫുൾ മാരത്തോൺ, ഹാഫ് മാരത്തോൺ പോലത്തെ ഡിസ്റ്റൻസ് അതിൽ. പക്ഷേ 10K റേസിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ഡീവിയേറ്റ് നൈട്രോ 3 2 മോഡലുണ്ട്. ഇത് നോർമൽ ഡീവിയേറ്റ് നൈട്രോ 3 ആണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ എടുത്ത സമയത്ത് 15K ആയിരുന്നു. അതിൻ്റെ എലൈറ്റ് മോഡലുണ്ട്. എലൈറ്റ് ഇതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചും കൂടെ വേറെ മെറ്റീരിയലാണ്. അതിൻ്റെ ഗ്രിപ്പാണെങ്കിലും ഇതുപോലെയല്ല, പ്യൂമ ഗ്രിപ്പല്ല. അതിന് പകരം എലൈറ്റിൻ്റെ തന്നെ വേറെ ടൈപ്പ് ലൈറ്റ് വെയിറ്റ് ഗ്രിപ്പാണ്. അത് വീണ്ടും റേറ്റ് കൂടുതലാണ്. അത് എനിക്ക് തോന്നുന്നു 18,000 ആയിരുന്നു, ഇത് 15,000 ആയിരുന്നു. 3000 രൂപ ഡിഫറൻസ് ഉണ്ട്. അത് ഇതിനേക്കാളും വീണ്ടും ലൈറ്റ് വെയിറ്റ് ആണ്. അത് കുറച്ചും കൂടെ എലൈറ്റ് മറ്റേ കോമ്പറ്റീറ്റീവ് ലെവൽസിലൊക്കെ പോകുന്നവർക്ക് പ്യൂമ കൊടുക്കുന്ന ഷൂസാണ്. അതും നല്ലതാണ്. അതിട്ട് 1000 കിലോമീറ്റർ ഓടി അത്ലീറ്റ്സ് ഒക്കെ എനിക്ക് അറിയുന്നവരുണ്ട്. സോ ഈ 2 ഷൂസും ഹൈ പെർഫോമൻസ് ഷൂ ആണ്. അതേപോലെ തന്നെ ഡാമേജ് ആവാനും വളരെ ഈസിയാണ്. സോ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ പ്രോപ്പറായിട്ട് ഷൂ ഊരാത്തതുകൊണ്ട് തന്നെ ഈ കാണുന്ന പോലെ ഇവിടെ ഇളകിയിട്ടുണ്ട്. അതുപോലെ ഉറുമ്പ് കയറുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഷൂസ്, അതായത് ലൈറ്റ് വെയിറ്റ് ഷൂസൊക്കെയാണ് നിങ്ങൾ വേർത്തിട്ടാണ് വരുന്നതെങ്കിൽ ചുമ്മാ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് അരിച്ചത് ഇതുപോലെ പ്യൂമയുടെ ലോഗോയ്ക്ക് ഉറുമ്പ് കൊണ്ടുപോകും. ഇതിൻ്റെ വാല് ഉറുമ്പ് കൊണ്ടുപോയതാണ് വേർത്തിരുന്നത്. അപ്പോൾ ഡീവിയേറ്റ് നൈട്രോ 3 ഞാൻ പ്രൈമറിലി യൂസ് ചെയ്യുന്നത് ടെമ്പോ സെഷൻസിനാണ്. അതായത് നമ്മൾ സ്പീഡ് വർക്ക്, ഇൻ്റർവെൽസ്, ടെമ്പോ, അതായത് നമ്മൾ മാക്സിമം എഫേർട്ട് ഓടുന്ന റൺസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എനർജി റിട്ടേൺ വേണം, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്ന സെഷൻസിലൊക്കെയാണ് ഡീവിയേറ്റ് നൈട്രോ 3 യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര റെസ്പോൺസീവ് ആണ്, എനർജി റിട്ടേൺ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഫോഴ്സിലാണോ നമ്മൾ സ്ട്രൈഡ് വയ്ക്കുന്നത് അതേ ഒരു ജമ്പ് തിരിച്ച് കിട്ടും. സോ ആ ഒരു ബൗൺസിനെസ്സും റെസ്പോൺസീവ്നെസ്സും ഒക്കെ ഉണ്ട്. പിന്നെ കാർബൺ പ്ലേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും എൻ്റെ സ്പീഡ് സെഷൻസിന് മാത്രമേ ഈ ഷൂസ് യൂസ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ഒരു ഡ്രോബാക്കും അത് തന്നെയാണ്. കാരണം കാർബൺ പ്ലേറ്റ് വരുന്ന ഷൂ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി ട്രെയിനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്യൂമ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ട്രെയിനറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ
ഒരുപാട് സ്റ്റഡീസ് പറയുന്നത് കാർബൺ പ്ലേറ്റ് ഷൂ ഇട്ട് നമ്മൾ ഡെയിലി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം കാർബൺ പ്ലേറ്റ് ഈ ഒരു റെസ്പോൺസീവ്നെസ് ഉള്ളതുകൊണ്ട് സ്ലോ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ആങ്കിളിൽ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ മറ്റേ കുതിച്ച് പായുന്ന ഷൂ ആണ്. അത് വെച്ച് നമ്മൾ പതുക്കെ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചറി ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ആ റിസ്ക് എടുക്കാറില്ല. ഞാൻ യൂഷ്വലി എൻ്റെ സ്പീഡ് സെഷൻസിന് ആദ്യത്തെ എൻ്റെ ഒരു 5-6 മാരത്തോൺസ്, ഹാഫ് മാരത്തോൺ റേസസ് ഞാൻ ഈ ഷൂ ഇട്ടാണ് ഓടിയത്. വളരെ നല്ല ടൈംസ് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഇത് വെച്ചുള്ളത് 1:51 ആണ്. ആ കാർബൺ പ്ലേറ്റിൻ്റെ ഫുൾ എഫക്റ്റീവ്നെസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ DV Nitro 3 കിട്ടാൻ പാടായിരിക്കും. DV Nitro 4 ലോഞ്ച് ആയിട്ടുണ്ട്. 3 സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് ഞാൻ 15 ലോഞ്ച് ഈ ഷൂസ് ഇപ്പോൾ നിങ്ങൾക്ക് 11 വാങ്ങാൻ കിട്ടും. സ്റ്റോക്സ് ഉണ്ടെങ്കിൽ എല്ലാ സൈസിൻ്റെയും സ്റ്റോക്സ് ഇപ്പോൾ അവൈലബിൾ അല്ല. കുറേയൊക്കെ സോൾഡ് ഔട്ടായി, ചിലതുണ്ട്. അപ്പോൾ ഇതായിരുന്നു DV Nitro 3ൻ്റെ വിശേഷങ്ങൾ. ഇനി എനിക്ക് റണ്ണിങ് ഷൂവിൽ ഒരെണ്ണം കൂടെ ഉള്ളൂ. എൻ്റെ കറണ്ട് റണ്ണിങ് ഷൂ അല്ലെങ്കിൽ റേസ് ഷൂ അല്ലെങ്കിൽ മെയിൻ ഷൂ എന്ന് പറയാൻ പറ്റുന്ന ഷൂ ആണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് പോകാം. സോ എൻ്റെ കറണ്ട് റണ്ണിങ് ഷൂവിലെ ഫൈനൽ റണ്ണിങ് ഷൂ ഇപ്പോൾ കുറച്ച് അഴുക്കൊക്കെ നല്ല വൃത്തിക്ക് ഞാൻ സൂക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ ഹാഫ് മാരത്തോൺ ഓടി വന്ന് മറിഞ്ഞടിച്ച് വീണ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മറിഞ്ഞടിച്ച് വീണ സമയത്ത് ഈ ഷൂ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഷൂവിൻ്റെ ലെഫ്റ്റ് ലെഗ് തന്നെ. ഓക്കെ, സോ ഈ ഷൂവിൻ്റെ ലെഫ്റ്റ് ലെഗാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടിച്ച് വീണതിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ പറയാം. സോ അന്ന് എനിക്ക് വഴിതെറ്റിപ്പോയായിരുന്നു. വഴിതെറ്റിപ്പോയി ഞാൻ കോൺക്രീറ്റ് സ്ലാബിൽ കൊണ്ടിടിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇടിച്ച സമയത്ത് എൻ്റെ പേസ് ഒരു 4:55 അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ ഒരു 11 കിലോമീറ്റർ സ്പീഡൊക്കെ കാണും ആ സമയത്ത്. ആ ഒരു സ്പീഡിൽ ഇങ്ങനെയാണ് പോയി കോൺക്രീറ്റ് ബ്ലോക്ക് ഇടിക്കുന്നത്. ഇടിച്ച് ഇങ്ങനെ ആയിട്ടാണ് ഞാൻ തെറിച്ച് വീഴുന്നത്. പക്ഷെ എന്നിട്ടും ഈ ഷൂവിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് എൻ്റെ ഷൂ പൊട്ടിക്കാണെന്നാണ്. കാരണം ആ ഒരു ഇടിയാണ് അടിച്ചത്. പക്ഷേ ഒരു ഡാമേജും പറ്റിയില്ല എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് എനിക്ക് റണ്ണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി സ്മൂത്തായിട്ട് തന്നെ. ഡാമേജ് ഒന്നും പറ്റിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, പക്ഷെ നല്ല ഇടിയായിരുന്നു അടിച്ചത്. ഇത് എനിക്കിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഷൂ ആണ്. കാരണം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ ആണ്. കാരണം ഇത് ഒന്നാമത്തെ റേറ്റ് കുറവാണ്. ഇപ്പോൾ നമ്മൾ DV Nitro 3ൻ്റെ കാര്യം പറഞ്ഞു, അത് 15 ആയിരുന്നു. ഇത് 11 ഉണ്ടായിരുന്നുള്ളൂ. വളരെ സോഫ്റ്റാണ്, ഒരുപാട് എനർജി റിട്ടേൺ ഉണ്ട്. കാർബൺ പ്ലേറ്റ് ഇല്ല. കാർബൺ പ്ലേറ്റ് ഇല്ലാതെ തന്നെ ഇത് വളരെ റെസ്പോൺസീവ് ആണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ട്രെയിനിങ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ DV Nitro 3 യൂസ് ചെയ്യുന്ന പോലെ തന്നെ ടെമ്പോ സെഷൻസ്, സ്പീഡ് സെഷൻസിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, പിന്നെ റേസിന്. അപ്പോൾ ഇപ്പോൾ ഒരു സ്പീഡ് സെഷൻ ഞാൻ DV Nitro 3 വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത സ്പീഡ് സെഷൻ ഇത് വെച്ചായിരിക്കും. റേസിന് തൊട്ട് മുന്നേ ഉള്ള അവസാനത്തെ സ്പീഡ് സെഷൻ എപ്പോഴും ഞാൻ ഈ സാധനം വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള റെസ്പോൺസീവ്നെസ് തരും. ഇതിൽ FF Blast എന്ന് പറഞ്ഞൊരു ഫോമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു സൗണ്ട് കേട്ട് തന്നെ ഇത് ഓടാൻ പറ്റുന്ന ഒരു ഷൂ ആണ്. ഇത് തറയിൽ, അതിപ്പോൾ എനിക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഓടുമ്പോൾ ഒരു ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ തോന്നുന്നത് നോർമലി എല്ലാ ഷൂവിനുള്ള സൗണ്ടല്ല. ഇത് ഒരു പ്രത്യേക സൗണ്ടാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് പാട്ടൊന്നും കേൾക്കുന്ന ഒരാളല്ല. ഞാൻ കൂടുതലൊരു റൃതത്തിൽ ഓടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ ഷൂസിൻ്റെ സൗണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പേസ് കുറയുമ്പോഴത്തേക്കും നമ്മുടെ റൃതം മാറും. അപ്പോൾ നമുക്ക് ഫീൽ ആവും. സോ ആ ഒരു ഫീലിൻ്റെ പുറത്ത് ഓടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സ്ലോ ആകുമ്പോഴത്തേക്ക് ആ സൗണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ആ സൗണ്ട് പിടിക്കും. സൗണ്ട് പിടിക്കുമ്പോൾ വീണ്ടും സ്പീഡിൽ ഓടാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചറിയൊക്കെ വെച്ച് ഓടിയ സമയത്ത് എനിക്കതൊന്നും ആലോചിക്കാനുള്ള മൈൻഡില്ലായിരുന്നു. ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. പക്ഷെ അല്ലാതെ അതിന് മുന്നേ ഉള്ള റേസിൽ ഞാൻ എൻ്റെ ഫാസ്റ്റസ്റ്റ് ടൈം സെറ്റ് ചെയ്ത ഷൂ ഇതാണ് 1:44. അതായത് ഓൾമോസ്റ്റ് കഴിഞ്ഞ എൻ്റെ ബെസ്റ്റ് DV Nitro 1:51 ആയിരുന്നു. അത് ഓൾമോസ്റ്റ് 6 മിനിറ്റിൻ്റെ ഡിഫറൻസ് എനിക്ക് ഈ ഷൂവിൻ്റെ ആ ഒരു വൃതം കാരണം കൊണ്ടുവരാൻ പറ്റി. പിന്നെ എൻ്റെ ട്രെയിനിങ് കൊണ്ടും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഓൾ പർപ്പസ് ഫേവറേറ്റ് ASICS Nova Blast 5. ആ ഷൂവിൻ്റെ പേര് പറഞ്ഞില്ല, ASICസിൻ്റെ Nova Blast 5 ആണ്. ഇത് പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷൂ ആണ്. അതുകൊണ്ട് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടെ കാശ് കോൺട്രിബ്യൂട്ട് ചെയ്ത് എനിക്ക് വാങ്ങാൻ പറ്റിയൊരു ഷൂ ആണ്. അതും ഞാൻ വിചാരിച്ച കളറിൽ എനിക്ക് കിട്ടിയില്ല. ഇത് ടോക്കിയോ എഡിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റയർലി പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കളറുമായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും അതുകൊണ്ട് വളരെ ലിമിറ്റഡ് എഡിഷൻ ഒരു ഷൂ ആണ്. നമ്മൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൗദി ടോക്കിയോ കളക്ഷൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഫോക്കസ് ആവുന്നില്ല. ടോക്കിയോ കളക്ഷൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. അതിവിടെ അകത്താണെങ്കിലും കാണാമല്ലോ അല്ലേ, ഉണ്ട്. അപ്പം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഷൂ ആണ്. ഇത് എത്ര പഴയതായാലും ഞാൻ കളയില്ല, ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. കാരണം എനിക്ക് അത്ര വളരെ ബിലവഡ് ആയിട്ടുള്ള ഒരു ഷൂ ആണ്. പക്ഷെ അതിൻ്റെ പെർഫോമൻസ് എനിക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇത് വയസ്സാവുന്ന സമയത്ത് ഞാൻ ഇതിൽ എൻ്റെ ആദ്യത്തെ PR എവിടെയെങ്കിലും എഴുതി വയ്ക്കും. ചിലപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കുന്ന കാണാറുണ്ട്. ഞാൻ അങ്ങനെ എഴുതി വയ്ക്കും എപ്പോഴെങ്കിലും. 146 അല്ല 144. എൻ്റെ ട്രാവലിലെ ടൈം 146 ആയിരുന്നു. പക്ഷേ ചിപ്പ് ടൈം വന്നത് 144 ആണ്. ചിപ്പ് ടൈം, ഗൺ ടൈം, നെറ്റ് ടൈം എന്നൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി വേറൊരു വീഡിയോ പിന്നെ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റണ്ണിങ് ഷൂവിലെ അവസാനത്തെ ഷൂ റൊട്ടേഷൻ. പക്ഷെ തീർന്നില്ല, ഒരു ഷൂവും കൂടെ ഉണ്ട്. അതായത് ഇത് പ്യൂമയുടെ തന്നെയാണ്, പ്യൂമയുടെ പ്രോസ്പെക്റ്റ് ആണ്. സോ ഇതിനെപ്പറ്റി ഞാൻ ഒരു ഷോർട്സ് ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ ഇത് ട്രെയിനിങ് ഷൂസ് ആണ്, റണ്ണിങ് ഷൂസ് അല്ല. ഞാൻ ജിമ്മിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഞാൻ 3 days വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യാറുണ്ട്, 3 to 4 days റണ്ണിങ്ങും ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ റൂട്ടീൻ. ഇടയ്ക്ക് റെസ്റ്റ് ഇടാറുണ്ട്. അത് എല്ലാ ദിവസവും സെയിം റെസ്റ്റ് അല്ല, ചിലപ്പോൾ മൺഡേ ആയിരിക്കും, ചിലപ്പോൾ ട്യൂസ്ഡേ ആയിരിക്കും, അത് റൊട്ടേറ്റ് ആയി വരും. സൺഡേ ഞാൻ കംപ്ലീറ്റ്ലി റണ്ണ് മാത്രമേ ചെയ്യാറുള്ളൂ, വെയിറ്റ് ട്രെയിൻ ചെയ്യാറില്ല. സോ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഒക്കെ ആയിരിക്കും റെസ്റ്റ് വരുന്നത്. അല്ലാത്ത ദിവസം യൂസ് ചെയ്യുന്ന ഒരു ഷൂ ആണിത്. വെയിറ്റ് ട്രെയിനിങ്ങിന് എല്ലാം കൊണ്ടും പറ്റിയൊരു ഷൂ ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം, സ്ക്വാട്ട് ചെയ്യാം, നോർമൽ വർക്കൗട്ടുകൾ ചെയ്യാം. ഇനിയിപ്പോൾ പ്ലയോമെട്രിക്സ് ആണെങ്കിൽ ഒന്ന് ഹോപ്പ് ചെയ്യാം, ട്രെഡ്മില്ല് ഓടാം. കാരണം ഇതിൻ്റെ അടിഭാഗം കണ്ടറിയില്ല, ഇതൊരു ഹൈബ്രിഡ് ഷൂ ആണ്. റണ്ണിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് പ്യൂമ മറ്റേ ഹൈറോക്സ് കൊണ്ടുവന്ന സമയത്ത് ആഡ് ചെയ്ത ഷൂ ആണെന്ന് തോന്നുന്നു, അതിന് മുന്നേ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഹൈബ്രിഡ് സീരീസിൽ ഇപ്പോൾ ഇതേപോലെ ഇരിക്കുന്ന പ്യൂമയുടെ PWR എന്ന് പറഞ്ഞൊരു ഷൂ ഉണ്ട്. സോ അതും സിമിലർ പെർഫോമൻസ് വരുന്ന ഒരു ഷൂ ആണ്. പക്ഷേ ഇത് പ്യൂമയുടെ പ്രോസ്പെക്റ്റ് ആണ്. സോ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്കങ്ങനെ പറയാനില്ല, കാരണം നമ്മൾ റണ്ണിങ് ഷൂ റൊട്ടേഷൻ ആണല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇപ്പോൾ കണ്ടതാണ് എല്ലാം എൻ്റെ റണ്ണിങ് ഷൂ അല്ലെങ്കിൽ റണ്ണിങ് ഷൂ റൊട്ടേഷനിലുള്ള ഷൂസ്. ഈ കാണുന്ന പോലെ തന്നെ ഫുള്ള് വേർത്ത് റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ 5:45 ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫാനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്റ്റേണൽ നോയ്സ് ആയിരിക്കും. മൈക്കുണ്ട്, ശരിയാണ്, നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് ചിലപ്പോൾ വർക്ക് ആവാറില്ല. അപ്പോൾ പിന്നെയും ഇത് എടുത്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോ പോകണമെന്നുള്ളതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒറ്റ ടേക്കിലെടുത്തത്. ഫുൾ വേർത്ത്. ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ലോങ് ഫോർമാറ്റ് വീഡിയോ എടുക്കാനൊരു മടി. കാരണം അത് എഡിറ്റ് ചെയ്യാനും ഇതേപോലെ കുറേ സമയം അധികം എടുക്കും. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് ഫോർമാറ്റ് വീഡിയോ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. എന്നാലും ഞാൻ കഴിയുന്നതും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ ഒരു ജെന്യുവൻ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് അറിയാം. കാരണം ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ പോയി നോക്കിയാൽ അറിയാം, ഷോർട്ട് ഫോർമാറ്റ് വീഡിയോസിന് 1K+ വ്യൂസ് ഒക്കെ റെഗുലറായിട്ട് യൂട്യൂബിൽ വരുന്നുണ്ട്. പക്ഷേ ലോങ് ഫോർമാറ്റ് വീഡിയോസ് പതുക്കെ വ്യൂസ് ബിൽഡ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും ടൈം എടുത്തൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ അത് ആളുകളോട് എത്തുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കൺവേ ചെയ്യണം എന്നുള്ള മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ ഇല്ലെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഇങ്ങനത്തെ വീഡിയോസ് വേണോ, അല്ലെങ്കിൽ ലോങ് ഫോർമാറ്റ് വീഡിയോസ് ഇനിയും ചെയ്യണം, അല്ലെങ്കിൽ ഷൂസിനെ പറ്റിയുള്ള വീഡിയോസ് ഇനിയും ചെയ്യണം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ തന്നാൽ ഞാൻ ഇനിയും ടൈം സ്പെൻഡ് ചെയ്ത്, കാരണം ഈ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇപ്പം ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റേ കാണുള്ളൂ. പക്ഷേ ഇത് വീഡിയോയിൽ സംസാരിച്ച് അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒട്ടിച്ച് ഫൈനൽ ഒരു ഫോമിലാക്കാൻ ഒത്തിരി സമയം എടുക്കും. സോ അതെനിക്ക് സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് അതൊന്നൊരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത് ജെന്യുവൻലി പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് കൂടുതലും വരുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാതുണ്ടെങ്കിൽ കൂടുതൽ ഷോർട്സ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോൾ തരുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി. ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക. നിങ്ങളുടെ ജെന്യുവൻ ഫീഡ്ബാക്ക്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. കാരണം നിങ്ങൾ പറയുന്നതിന് എനിക്കത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാക്ടർ കുറച്ച് ഇമ്പ്രൂവ് ആക്കിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ക്യാമറയിലോട്ട് നോക്കി സംസാരിക്കുന്ന കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കിയാൽ നല്ലതായിരിക്കും, സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കിയാൽ നല്ലതായിരിക്കും. എന്ത് ഫീഡ്ബാക്ക് ആയിക്കോട്ടെ നിങ്ങൾ പറയുക. ആ ഫീഡ്ബാക്ക് ഞാൻ ഉറപ്പായിട്ട് എടുക്കും. അത് എടുക്കേണ്ട രീതിയിൽ തന്നെ എടുക്കും. എത്ര നെഗറ്റീവ് ആയാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ഒബ്ജക്റ്റീവ് കൂടുതൽ ആളുകളിലോട്ട് എനിക്ക് റണ്ണിങ്ങിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ എത്തണം. അതുവഴി കൂടുതൽ ആളുകൾ റണ്ണിങ്ങിലോട്ട് വരണം. അപ്പോൾ റണ്ണിങ്ങിൽ ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് റണ്ണിങ്ങിനെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും റണ്ണിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് റൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് മൈൻഡ് ബ്ലോക്സ് കാരണം വരാതിരിക്കുന്നവരുണ്ട്. അവരെ റണ്ണിങ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്പോർട്ടാണെന്ന് മനസ്സിലാക്കി അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഒബ്ജക്റ്റീവും കൂടെ എനിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലല്ല ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു റണ്ണിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. എനിക്കുള്ള ജെന്യുവൻ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ 2 റിക്വസ്റ്റ് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.